നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സക്സസ്സിനെ കുറിച്ച് നമുക്കൊക്കെ പല തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണ കാരണം വിജയിക്കുമായിരുന്ന വ്യക്തി പോലും പലപ്പോഴും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുന്നത് നമ്മൾ കാണാറുണ്ട്. എൻ്റെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ സക്സസ്സിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതി മാറുകയും നമ്മൾ സൂപ്പർ സക്സസ്സായി മാറുവാൻ സഹായിക്കുകയും ചെയ്യുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ തുടങ്ങാം. ആദ്യമായി സക്സസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. സക്സസ് ഈസ് ദ പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് എ വേർതി ഐഡിയൽ. അതാണ് സ്ട്രേഞ്ചർ സീക്രട്ട് എന്ന ഓഡിയോയിൽ ഏൾ നൈറ്റിംഗേൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ബിസിനസ്സുകാരൻ ഒരു ഗോൾ സെറ്റ് ചെയ്തു വിചാരിക്കുക. സപ്പോസ് 1 കോടി അല്ലെങ്കിൽ 10 കോടി രൂപ ലാഭം ഉണ്ടാക്കണം ഈ വർഷം എന്ന് സെറ്റ് ചെയ്തു. അദ്ദേഹത്തിന് ആദ്യത്തെ ആ മാസം ഉണ്ടല്ലോ, സപ്പോസ് 10 കോടി കൊല്ലം പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഏകദേശം 90 ലക്ഷത്തോളം രൂപ മാസം പ്രോഫിറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ആദ്യത്തെ മാസം തന്നെ 90 ലക്ഷത്തിന് പകരം സെയിൽ വളരെ ഡൗൺ ആയിട്ട് ഒരു 10 ലക്ഷമേ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹം ഉടനടി വിചാരിക്കുക, അയ്യോ ഞാനൊരു ഫെയിലിയറാണ്, എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല. അങ്ങനെയുള്ള ചിന്താഗതി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉടലെടുക്കുകയും പിന്നെ ഞാനൊരു ഫെയിലിയറാണ് എന്നുള്ളതാണല്ലോ നിരന്തരം അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വി ബിക്കം വാട്ട് വി തിങ്ക് അബൌട്ട്, അല്ലേ? അതെന്താണ് നമ്മൾ ചിന്തിക്കുന്നത് അതായത് തീരും. അപ്പോൾ നമ്മൾ ആ ഫെയിലിയറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡെഫിനേഷനിൽ പറഞ്ഞിരിക്കുന്നത് സക്സസ് ഈസ് ദ പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് എ വേർതി ഐഡിയൽ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ലക്ഷ്യം, ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് നേടിയെടുക്കാനായി പ്രവർത്തിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ നമ്മൾ സക്സസ്സായി. നമ്മൾ ധാരണ എന്താണ്? സക്സസ് ആയല്ല 1 കോടി അല്ലെങ്കിൽ 10 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് സെറ്റ് ചെയ്ത് അത്രയും പൈസ കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മളെ സക്സസ് ആകുക എന്നാണ് നമ്മളെ ചിന്ത. പക്ഷേ അതല്ല ശരി. നമ്മൾ അതിലേക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ പ്ലാനുകൾ ഉണ്ടാക്കി ആ പ്ലാൻ പ്രകാരം വർക്ക് ചെയ്യാൻ തുടങ്ങിയ നിമിഷം മുതൽ നമ്മൾ സക്സസ്സായി, അല്ലേ? അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ഗോൾ സെറ്റ് ചെയ്തത് അച്ചീവ് ചെയ്തതിന് ശേഷമല്ല മാത്രമല്ല നമ്മൾ സക്സസ് ആവുന്നത്, അത് തുടങ്ങിയ സ്റ്റാർട്ട് ചെയ്ത നിമിഷം മുതൽ, അതിലേക്കുള്ള വർക്ക് ചെയ്യാൻ തുടങ്ങിയ നിമിഷം മുതൽ നമ്മൾ സക്സസ്സായി. അപ്പോൾ നമ്മൾ സക്സസ് ആണ് എന്ന് വിചാരിച്ച് അതിന് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുവാനും പിന്നെ നമ്മൾ വി ബിക്കം വാട്ട് വി തിങ്ക് അബൌട്ട് എന്നുള്ളതില്ല, നമ്മൾ സക്സസ്സിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ സക്സസ്സായി തീരുവാനുള്ള സാധ്യത വളരെ അധികമാണ്. ഓക്കെ. ഇനി വേറെ ചില ആൾക്കാരെ കണ്ട്, ചില വീട്ടമ്മമാരെ കണ്ടിട്ടുണ്ട്. വീട്ടമ്മമാർ മിക്കവാറും ആൾക്കാർ വിചാരിക്കുന്നത് അവരൊരു അട്ടർ ഫെയിലിയർ ആണെന്നാണ്. പക്ഷേ വാസ്തവം അതല്ല. അവർ നല്ല വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലിക്ക് പോകാൻ പറ്റി എന്ന് വരുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടാകും, ഇങ്ങനെ പോകണ്ട, നീ അങ്ങനെ കഷ്ടപ്പെടണ്ട, ഞാൻ അത്യാവശ്യം പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഇപ്പം എൻ്റെ ജോലി കുട്ടികളെ നോക്കലാണ്, അപ്പോൾ അത് നോക്കിക്കോളൂ. അങ്ങനെ പറയുമ്പോൾ അയാൾ അത് നല്ലൊരു ഉദ്ദേശത്തിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഇവരത് എടുക്കുന്നത് പലപ്പോഴും ചില തെറ്റായ വേലായിരിക്കും. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ തന്നെ താറുമാറാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് പകരം കുട്ടികളെയും കുടുംബത്തെയും നല്ലവണ്ണം നോക്കുക. അപ്പോൾ ആ നോക്കുന്ന സമയത്ത്, ആത്മാർത്ഥമായി ചെയ്യുന്ന സമയത്ത് അപ്പോൾ അവരും സക്സസ് ആണ്, അവരൊരു ഫെയിലിയർ അല്ലേ? ഈ സ്ട്രേഞ്ചർ സീക്രട്ടിലേക്ക് ഏൾ നൈറ്റിംഗേൽ പറഞ്ഞിട്ടുണ്ട്, ഒരു വീട്ടമ്മ സക്സസ് ആണ്, കാരണം അതാകാനാണ് അവർ ആഗ്രഹിച്ചത്. ആഗ്രഹിച്ചതല്ലെങ്കിലും അവർ ആ കുടുംബത്തെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അത് നോക്കുന്ന ഒരു വീട്ടമ്മ സക്സസ് ആണ്, ഉറപ്പായിട്ടും സക്സസ് ആണ്. ഓക്കെ. പിന്നെ കുട്ടികൾ കുറച്ച് വലുതായതിനു ശേഷം നമുക്ക് ജോലിക്ക് പോകാമല്ലോ, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈനിലായിട്ട് കുറേ സാധ്യതകളുണ്ടല്ലോ, ജോലി ചെയ്യും, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യും, വർക്ക് ഫ്രം ഹോം, കുറേ സാധ്യതകളുണ്ട്. ഇത് യൂസ് ചെയ്ത് അവനവൻ്റെ പാഷൻ അനുസരിച്ചുള്ള ഏതെങ്കിലും മേഖല സെലക്ട് ചെയ്ത് കുട്ടികളെയൊക്കെ നോക്കുന്നതോടൊപ്പം തന്നെ അതുകൂടി ചെയ്യാനുള്ള സൗകര്യം അവർക്ക് ലഭിക്കുകയാണ്. അപ്പോൾ വീട്ടമ്മമാരും സക്സസ് ആണ്. ഇനി ചില വിദ്യാർത്ഥികളുടെ കാര്യം എടുക്കുക. ചില വിദ്യാർത്ഥികളെ കണ്ടിട്ടുണ്ട് വിഷമിച്ചിരിക്കുന്നതാണ്. അപ്പോൾ എന്ത് പറ്റി? മാർക്ക് കുറഞ്ഞു. അപ്പോൾ എത്രയും മാർക്ക് കുറഞ്ഞത്? 99 100-ൽ 1 മാർക്ക് പോയതിനാണ് വിഷമിക്കുന്നവർ. 99 മാർക്ക് കിട്ടിയില്ലേ എന്നല്ല ആലോചിക്കുന്നത്, 99 മാർക്ക് അല്ലേ കിട്ടിയുള്ളൂ എന്നായിരിക്കും. 1 മാർക്ക് പോയില്ലേ എന്നാണ് വിചാരിക്കുന്നത്. അത് ശരിയല്ലല്ലോ. ഞാനൊക്കെ രക്ഷപ്പെട്ടു പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കൊല്ല പരീക്ഷയിൽ നല്ല മാർക്ക് ഉണ്ടാവും, പക്ഷേ ഈ യൂണിറ്റ് ക്ലാസ് ടെസ്റ്റിൽ ഒക്കെ നല്ല മാർക്ക് കുറവായിരിക്കും. അപ്പോൾ അന്ന് തെറ്റായ കാര്യങ്ങൾ, എന്തൊക്കെ ക്വസ്റ്റ്യൻസിനാണ് തെറ്റിയത്,
അത് നമ്മൾ നന്നായിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത പരീക്ഷയിലും കുറേ കാര്യങ്ങൾ തെറ്റും, അടുത്ത പരീക്ഷയിലും കുറേ കാര്യങ്ങൾ തെറ്റും. അങ്ങനെ തെറ്റി അത് തെറ്റിയ കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചു. അപ്പോൾ മിക്കവാറും കൊല്ലപ്പരീക്ഷ വരുന്ന ഈ തെറ്റിയ കാര്യങ്ങളായിരിക്കും. പണ്ട് തെറ്റിയ കാര്യങ്ങളിലേക്കും മിക്കവാറും കൊല്ലപ്പരീക്ഷയിൽ വരുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. ആ ഒരു ദിവസം തെറ്റിയിട്ട് നല്ല അടി കിട്ടിയതാണ്. പണ്ടൊക്കെ നല്ല അടി കിട്ടുമായിരുന്നു, ഇപ്പോൾ അടി കിട്ടുന്നില്ല. അപ്പോൾ അത് നമുക്ക് ഓർമ്മയുണ്ട്, അത് തെറ്റിയ. അതുകൊണ്ടാണ് ആ തെറ്റിയ കാര്യങ്ങൾ നമുക്കിപ്പോൾ നന്നായി ഓർമ്മയുണ്ട്. അത് നമുക്ക് കൊല്ലപ്പരീക്ഷയിൽ നന്നായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്ന് ചുരുക്കി പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് പരിശ്രമിക്കുക, അത് നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ആ പരിശ്രമിക്കുന്ന നിമിഷം മുതൽ നമ്മൾ സക്സസ് ആണെന്ന് വിചാരിക്കുക. അത് സക്സസ് ആണ് ഇനി. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും, ഉറപ്പാണത്. നമ്മൾ തന്നെ ശപിച്ചുകൊണ്ടിരിക്കാതിരിക്കുക, നമ്മൾ ഫെയിലിയറാണ് എന്നുള്ളത് അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ ഫെയിലിയറായ ആൾക്കാരുണ്ട്, അതാരാണെന്ന് അറിയാമോ? വെറുതെ ഒരു പണിയും ചെയ്യാതെ മൊബൈലിൽ കുത്തി സോഷ്യൽ മീഡിയ നോക്കി 10-12 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ, ഒരു പണിയും ചെയ്യാത്ത ഭയങ്കര മടിയന്മാരായിട്ടിരിക്കുന്ന ആൾക്കാർ, അവരാണ് ഫെയിലിയർ. അവർ സക്സസ് എപ്പോൾ ആവാം? അപ്പോൾ 10 മണിക്കൂറും 12 മണിക്കൂറും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർ ദിവസം ഒരു 15 മിനിറ്റ് മാത്രമേ അത് ഉപയോഗിക്കൂ എന്ന് ശപഥമെടുത്ത് അതിനുവേണ്ടി പ്രയത്നിച്ചാൽ അവരും സക്സസ് ആയിട്ട് മാറും. അപ്പോൾ എല്ലാവരും വിജയിക്കട്ടെ, എല്ലാവരും വിജയിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു രവി, ഓൾ ദി ബെസ്റ്റ്.